ദേ പോയി ഇതാ വന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഞാൻ ശരിക്കും അത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കാക്കൻ്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഇക്കാക്കാണെങ്കിലോ ലീവില്ല, അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളെ കൂടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് തന്നെ വന്നിട്ടുള്ളത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2:30 ഒരു സമയം ആയിട്ടുണ്ട്. കല്യാണപ്പൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി വന്നിട്ട്. ഫോട്ടോഗ്രാഫർ മറ്റാരും അല്ല, ശംഭു ആണ്. അതുകൊണ്ട് ശംഭു റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇക്കാക്ക 2-3 ക്ലിപ്പൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങളും ചെറുതായിട്ട് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചൂടുണ്ടായിരുന്നു. ആ ഒരു സമയം ആയിട്ടാണ് എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ ചെക്കനെയും പെണ്ണിനെയും കണ്ട് സംസാരിച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന പാടെ തന്നെ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാനുള്ള മെയിനായിട്ട് റീസൺ എന്താണെന്ന് വെച്ചാൽ ചെക്കൻ്റെ കസിൻസൊക്കെ ഇവിടെ ഡാൻസ് കളിക്കാൻ റെഡി ആയി കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നെയ്ച്ചോറും ഇഷ്ടം അതുപോലെ തന്നെ ഇക്കാക്ക ചിക്കൻ ബിരിയാണിയുമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്ന ആ സമയം തന്നെ ആയിരുന്നു ചെക്കൻ്റെ കസിൻസ് ഇവിടെ ഡാൻസ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ആ ഭാഗത്തേക്ക് പോകാനേ പറ്റിയിട്ടില്ലായിരുന്നു. ഭയങ്കര റഷായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് 2-3 വീഡിയോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇക്കാക്ക ഷോപ്പിലേക്ക് എത്തേണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഞാൻ പറഞ്ഞില്ല ദേ പോയി ഇതാവുന്നു, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്